അടക്ടേഴ്സ് മസിൽ എങ്ങനെയുണ്ട് നിന്റെ അടക്ടേഴ്സ് മസിൽ? അടപ്പ് എനിക്ക് അകത്താൻ പറ്റുന്നില്ല. സ്കൂട്ടിയിൽ കഷ്ടപ്പെട്ടാണ് ഇരുന്നത്. ഞാൻ എങ്ങനെ ഡൈവ് അടിക്കുമെന്ന്. ഹലോ സബ്സ്ക്രൈബേഴ്സ്, കുറച്ച് ക്രിയാനും കളക്കാം, അപ്പൊ എനിക്കൊരു പവർ വരും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മറ്റേ ഹലോ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ് മൈപ്രോട്ടീനെ ക്രിയാറ്റിൻ കടൽ പാട്ടില്ല, കടലിന്റെ ശബ്ദം. ആഹാ അന്ത കോഡ് അഭിനന്ദനം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓറഞ്ച് പുതിയത് ഓറഞ്ച് ഡമ്പൽ എടുത്തില്ല. കാലടത്താൻ വയ്യ. ആ പട്ടിക്ക് വാലില്ല. ഞാൻ എന്നിടാൻ പോകും. ടൈം ക്രോസ് 26 Pro 6 pack ഉള്ള കേരളം. കളക്കിട്ട് അടാ ഗ്രൂപ്പ് പോയി കേട്ടോ. വീട് തപ്പി തപ്പിയിട്. നാളെ തൊട്ട് ഞാൻ മണലാണ് നിന്ന്. ഓ കപ്പൽ അങ്ങനെ ദൂരെ കാലത്തിലാണ് വരി കാണാം. ഡിഫറൻസ് ഉണ്ടോ? ഗോട്ട് എ നൈസ് സ്റ്റാൻഡ്. ഗുഡ് ഡേ. GST പഫ്സ് വന്നിട്ടുണ്ട്. പഫ്സിൽ കുറച്ച് ക്രിയേറ്റ് ഇടാം. പിന്നെ പൈനാപ്പിൾ ജ്യൂസിലും ക്രിയേറ്റ് ഇടും. ഇതിന് കുറച്ചെടുക്കുക. പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട്. അതിൽ ക്രിയാറ്റിൻ കലക്കാം. അവിടെ മാമരുന്ന് വിളിച്ചു പറയുന്നു, അമ്മാരെന്തേലും വെള്ളപ്പൊടി കൊണ്ട് വന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഇങ്ങനെ ക്രിയാറ്റിൻ ഇടുന്ന സമയത്ത് പോലീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മൈ പ്രോട്ടീൻ ഇമ്പാക്ട് ക്രിയാറ്റിൻ. ഓക്കെ, എത്ര സ്കൂപ്പായുണ്ട്? ഓറഞ്ച് ക്രിയാറ്റിൻ. This is very tasty.
പൈസ പിടിച്ചാണ് 6 pack ഉള്ള കേരള 1000 calories, 1200 calories. അത്രയൊന്നുമില്ല, ഒരു 200 calories. അപ്പൊ നീ മൊത്തം 400 ഇത് പിന്നെ പഞ്ചസാര എല്ലാം ഇതൊരു പഞ്ചസാര ഇത് മാത്രം എല്ലാം കൂടെ നീ ഒരു 400 calories തിന്നു. 400 calories. ഞാൻ കുറച്ചേ ഉള്ളൂ, ഞാൻ എൻ്റെ പകുതി. ഉദ്ദേശ സാധനം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകും. വെൽക്കം ബാക്ക് ഗൈസ്. തിരിച്ച് വീട്ടിലെത്തി ഗുഡ് ആൻഡ് പമ്പ്. ഓക്കെ, നെക്സ്റ്റ് പരിപാടി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിക്കുമ്പോൾ ആൾവേസ് ഹാവ് എ ഗുഡ് പ്രോട്ടീൻ ടേക്ക്. എന്തെങ്കിലും മുട്ടയോ ചിക്കനോ അല്ലെങ്കിൽ വേ പ്രോട്ടീനോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. കേരള ഫുഡ്സിൽ നോർമലി പ്രോട്ടീൻ കുറവാണ്, കാർബോഹൈഡ്രേറ്റാണ് കൂടുതൽ. വി നോ ദാറ്റ്. ലെറ്റ്സ് ഗോ. വരും നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഉപ്പുമാവാണ് കഴിക്കാൻ എന്നുള്ളത്. അതിന് നമുക്ക് 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വേ പ്രോട്ടീനിൽ 1 സ്കൂപ്പിൽ 23 ഗ്രാം പ്രോട്ടീൻ കിട്ടും. എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാകണമെന്നില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണ്. നോ, നോർമലി ഹൈ. നോർമൽ എൻ്റെ സെൽഫ് ഇങ്ങനെയാണ്. ഓക്കെ, ബിഹേവിയർ ഇങ്ങനെയാണ്. ദിസ് ഈസ് മൈ നോർമൽ. എൻ്റെ നോർമൽ അല്ല, നിങ്ങളുടെ നോർമൽ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാൻ വന്ന കാര്യം, ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഡോണ്ട് യൂസ് ഡ്രഗ്സ്. ബി നാച്ചുറൽ, ബി എസ്തറ്റിക്. 6 pack ഉള്ള കേരളം. ഓക്കെ, ഇതിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് ചെസ്റ്റ് ആക്നെയുണ്ട്, ബാക്ക് കുറച്ച് ആക്നെയുണ്ട്. ഇത് ആൾറെഡി എനിക്കുള്ളതാണ്. ഓക്കെ, ഇനി പറയാൻ വന്ന കാര്യം, ഇതിൽ കമൻറ്റ് ഇടാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സ്റ്റീറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യത്തില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ലൈഫ് ടൈം നാച്ചുറലാണ്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് കുരുവിനെ പറ്റി പറയാം. ആഗ്നേ വരുന്നത് സ്റ്റീറോയിഡ് എടുക്കുന്നവർക്ക് വരാതിരിക്കാം. ആൾസോ ഹെയർ ലോസ് വരാതിരിക്കാം. നോർമലായിട്ടുള്ള ഒരാൾക്ക് ആഗ്നേ വരാതിരിക്കാം. ഹെയർ ലോസ് വരാതിരിക്കാം. അത് സ്റ്റീറോയിഡ് എടുത്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നോർമലി എല്ലാവർക്കും വരാം. ജിമ്മിൽ പോകുന്നവർക്ക് വരാം, പോകാത്തവർക്ക് വരാം. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവർക്ക് ഞാൻ സ്പെഷ്യൽ കമൻറ്റുകൾ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സംഭവം മറ്റൊരു പ്രശ്നം, ഇവിടെ കറണ്ടില്ല. KSEB കറക്റ്റ് സമയത്ത് പണിയാണ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞു അവർ അറിഞ്ഞു. ദേ നോ ഇറ്റ്, ദ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ചാർജ് നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി ജിമ്മിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാം. വർക്കൗട്ട്, വാട്ട്സ് 26 size ഡു ഫോർ വർക്കൗട്ട്, ഹൗ ഹി ബിൽഡ്സ് മസിൽ എന്നൊക്കെ കുറേ പേര് ചോദിക്കും. നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ വർക്കൗട്ട്. ബട്ട് ഐ നോ സംതിങ് യു ഡോണ്ട്. ലെറ്റ്സ് സീ ദാറ്റ്. ഇപ്പോൾ സമയം ഒരു ഈവനിങ് 4:30 മണിയായി. മഴക്കോളുണ്ട്. മഴ പെയ്യോ ഇല്ലയെന്ന് ഡൗട്ടില്ലാതില്ല. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. മൈ പ്രോട്ടീൻ്റെ ക്ലിയർ വേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലിയർ വേ യൂസ് ചെയ്യുന്നത്. ഇത് നീമ്പു പാനി ഫ്ലേവറാണ്, അതായത് നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ സെയിം ടേസ്റ്റ്. അങ്ങനെ ജിമ്മിലെത്തി വാമപ്പൊക്കെ കഴിഞ്ഞു. ഇന്ന് ബാക്ക് വർക്കൗട്ടാണ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലാറ്റ് പുൾ ഡൗൺ ആണ്. വൈഡ് ഗ്രിപ്പ് ലാറ്റ് പുളിനേക്കാൾ ഇതിലെനിക്ക് കുറച്ചുകൂടെ റേഞ്ച് ഓഫ് മോഷൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും.
ഈ മെഷീൻ ഒരു 1 സ്റ്റാക്ക് ഡ്യുവൽ കേബിൾ മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം. പക്ഷേ ഞാനിവിടെ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്, 2 സൈഡും. ഇതിൽ ഡീ ക്ലിപ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് പൊസിഷനിലും നമുക്കൊരു പ്രൊനേറ്റർ പൊസിഷനിലും ബോട്ടം പൊസിഷനിലും നമുക്കൊരു നിയർലി ന്യൂട്രൽ ഗ്രിപ്പിലും ട്രെയിൻ ചെയ്യാൻ പറ്റും. നാച്ചുറലി നമ്മളെ ബോഡിയുടെ മൂവ്മെൻറ്റ് എന്താണോ അലോ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് അലോസ് us ട്രെയിൻ ഇൻ എ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. നോർമലി ഞാൻ സ്ട്രെങ്ത് ഗെയിനായിട്ട് വേണ്ടിയിട്ടല്ല ട്രെയിൻ ചെയ്യുന്നത്, ഹൈപ്പർട്രോഫി മസിൽ ഗെയിനിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഐ ചേസ് എസ്തറ്റിക്സ്, അതായത് എസ്തറ്റിക് ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, മുകളിലോട്ട് പോകുമ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, താഴോട്ട് വരുമ്പോഴും വൈസ്. അതായത് നമ്മൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാച്ചുറൽ വേയിൽ മൂവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സ്ട്രെങ്തിന് വേണ്ടി ട്രെയിൻ ചെയ്താലും മസിൽ ബിൽഡ് ആവും, പക്ഷേ ഞാൻ അതിൻ്റെ പ്രൈമറി ഗോൾ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ 1-on-1 പേഴ്സണൽ കോച്ചിങ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് മീ ദെയർ. അതിനുശേഷം ഞാൻ സീഡർ റോ ആണ് ചെയ്തത്. ലുക്ക് അറ്റ് ദോസ് മസിൽസ്. ഈ വീഡിയോ എത്ര പേര് കാണുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും കാണുന്നവരെല്ലാം ഗോ ടു ദ ജിം ബ്രോ ആൻഡ് മേക്ക് സം ഗെയിൻസ്. സീഡർ റോയ്ക്ക് ശേഷം ഞാൻ ചെയ്തത് സിംഗിൾ ആം ഡംബൽ റോസ് ആണ്. ഇതിൽ നമുക്ക് 2 സൈഡും ഇൻഡിവിജ്വലായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സൈഡും ഈക്വലി സ്ട്രോങ് ആണോ എന്ന് അറിയാൻ പറ്റും. ഞാൻ നോർമലി വീക്കർ സൈഡ് ആദ്യം ചെയ്യും, അപ്പോൾ അതിലെ കൗണ്ട് അനുസരിച്ചിട്ട് സ്ട്രോങ്ങർ സൈഡും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡും ഈക്വൽ റെപ്രൈൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് വർക്കൗട്ട് ഷ്രഗ്സ് ആണ്. ഷ്രഗ്സിൽ നമുക്ക് ഇഷ്ടംപോലെ വെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇന്ന് എനിക്കൊരു മൂഡില്ല. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം റേഞ്ച് മോഡറേറ്റ് വെയിറ്റ് ഇട്ടു വർക്കൗട്ട് ചെയ്തു. ഓക്കെ, ബാക്ക് ടു ഹോം അഗെയിൻ. വീണ്ടും തിരിച്ച് വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് അധികം സമയമില്ലായിരുന്നുകൊണ്ട് പെട്ടെന്ന് വർക്കൗട്ട് തീർത്തു. ദാറ്റ്സ് ഇറ്റ്. പമ്പൊന്ന് ചെക്ക് ചെയ്യാം. പമ്പ് പോയെന്ന് തോന്നുന്നു. ജിമ്മിൽ തിരിച്ചെത്തി. ഇപ്പോൾ മഴ കുറഞ്ഞു. ഇപ്പോൾ നോയ്സ് എല്ലാം ക്യാൻസലായി. ഇപ്പോൾ എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. ഐ തിങ്ക് സോ. ഞാൻ പറയാൻ വന്ന കാര്യം, ഐ ഡോണ്ട് കൗണ്ട് കാലറീസ് ദാറ്റ് മച്ച്. എല്ലാ ദിവസവും ഞാൻ കാലറീസ് കൗണ്ട് ചെയ്യാറില്ല. ചില സിറ്റുവേഷൻസിൽ ഞാൻ ചെയ്യാറുണ്ട്, ഫെവാൻ ടു. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ കാലറീസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. അതായത് ഇപ്പം എനിക്കൊരു ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് കഴിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അല്ലാതെ ഞാൻ അതിനെ പറ്റി കാലറീസ്, ഓ മൈ ഗാഡ് കാലറീസ്, അങ്ങനെ കൗണ്ട് ചെയ്യാറില്ല. ഓഫ് കോഴ്സ് ദെയർ ഈസ് ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്. കാലറീസ് കൗണ്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ കാലറീസ് കുറച്ച് കൗണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഐ വോണ്ട് ആൾവേസ് കൗണ്ട് കാലറീസ് ബിക്കോസ് അത് ടു മച്ച് ഇൻവോൾവ് ആവുന്ന പോലെയാണ് എനിക്ക്. ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര ലേസി ആണെന്നല്ല, പക്ഷേ കാലറീസ് കൗണ്ട് ചെയ്യുന്നതൊക്കെ ടു മച്ച് തിങ്സ് ആ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു ബിക്കോസ് ഐ നോ വാട്ട് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ഫോർ മീ. എല്ലാ ദിവസവും എൻ്റെ ഫുഡ് ഒരേപോലെയല്ല, എല്ലാ ദിവസത്തെയും എൻ്റെ കാലറി കൗണ്ട് ഒരേപോലെയല്ല. ഇപ്പോഴത്തെ സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഞാൻ കറക്റ്റ് കാലറീസിൻ്റെ ഒക്കെ നോക്കി കറക്റ്റ് ഫുഡ് ഡയറ്റ് നോക്കി ചെയ്യാറുണ്ട്. ബട്ട് നോട്ട് നൗ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫാറ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് നാൾ കട്ട് ചെയ്യും, കുറച്ച് നാൾ ടു മച്ച് കട്ട് പോവുകയാണെങ്കിൽ കുറച്ചൊന്ന് ബൾക്ക് ചെയ്യും.
ഐ എം ഗോയിങ് ലൈക്ക് ദാറ്റ്. അതായത് എൻ്റെ ബോഡി കണ്ടീഷൻ നോക്കിയിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇഫ് ഐ വാണ്ട് ടു ഷൂട്ട് എ റീൽ ആൻഡ് പോസ്റ്റ് ഇറ്റ്, താങ്ക്സ്, ഐ ക്യാൻ ആൾവേസ് ഡു ദാറ്റ്. അങ്ങനെ വയ്യാത്ത പോലെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയായി, ടയേർഡായി, രാവിലെ മൊത്തം ഹൈ ആയിരുന്നു. ക്രിയാറ്റിൻ, നോ ക്രിയാറ്റിൻ, ദാറ്റ്സ് മൈ തിങ്. ഓക്കെ.